കോട്ടയത്തിന്റെ സംഗമവേദി ഒരുക്കി 29ാമത് ദർശന അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് ഏതാനും നിമിഷങ്ങൾക്കകം തിരിതെളിയുന്നു. ഈ ഉദ്ഘാടന ചടങ്ങ് ധന്യമാക്കാനെത്തിയ കോട്ടയം ജില്ലാ കളക്ടർ ശ്രീമതി മിനി ആന്റണി സന്തതം കരതായെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. വരുന്ന അഖില കേരള സംഗീസ് പെയിന്റിംഗ് കാർട്ടൂൺ കോൺടെസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു. ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരെ ഞങ്ങൾ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരങ്ങൾ, കുട്ടികളുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്, കേരളത്തിലെ വേണ്ട ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ IELTS ട്രെയിനിങ് കോച്ചിങ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, ട്രാവൽ ആൻഡ് ടൂറിസം എന്ന വിവിധങ്ങളായ പദ്ധതികളിലൂടെയാണ് ഞങ്ങൾ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദർശന ഇന്ന് എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു സ്പന്ദനമാണ്. എല്ലാവരും ഒരേപോലെ സ്വീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ദർശന എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. 29ാം അന്തർദേശീയ ഇന്ത്യയിലെ ഏറ്റവും അടുക്കുംചിട്ടയും ആർന്ന പുസ്തകമേളയായിട്ട് NBT തന്നെ ശ്ലാഘിച്ചിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയാണ്, അഭിമാനത്തോടെ ഓർക്കുകയാണ്. ഇതിൻ്റെയൊക്കെ നിറവാണ് 2011 ഇന്ത്യയിലെ തന്നെ പ്രശസ്ത രാഷ്ട്രപതിമാരിൽ ഒരാളായ APJ അബ്ദുൽ കലാം സാർ അവരുകൾ കൊണ്ട് ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ അക്ഷര നഗരിയിൽ ദർശന സാംസ്കാരിക കേന്ദ്രം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന 29ാമത് അന്തർദേശീയ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും വലിയ സന്തോഷം. ഈ സന്തോഷത്തിന് പല കാരണങ്ങളും. ഒന്ന്, CMI സഭയും ഞാനും തമ്മിലുള്ള ബന്ധം. 12 വയസ്സിൽ തേവരയിൽ CMI സഭ നടത്തുന്ന ത്രിഹൃദയ കലാലയത്തിൽ ഒരു വിദ്യാർത്ഥിയായി ചെന്ന് അവിടെ അധ്യാപകനായി ഏകദേശം 45 വർഷക്കാലം CMI സഭയുടെ പ്രവർത്തനങ്ങളുമായി വളരെ അടുത്തുമെന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. കേരളത്തിൻ്റെ എല്ലാ രംഗത്തും CMI സഭയുടെ സംഭാവന. അച്ചടി രംഗത്ത് ദീപിക എന്ന പത്രമുദ്ദേശി കേരളീയർക്ക് സംഭാവന ചെയ്തുകൊണ്ട് CMI സഭ മാധ്യമരംഗത്ത് തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തേവര ത്രിഹൃദയ കലാലയം പോലെ എത്രയോ പ്രാഗൽഭ്യമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും CMI സഭ നടത്തുന്നുണ്ട്. കലാഭവൻ, ചാവറ കൾച്ചറൽ സെന്റർ തുടങ്ങി കലാ സാംസ്കാരിക രംഗത്ത് CMI സഭയുടെ സംഭാവന വളരെ വലുതാണ്. ഇന്നിവിടെ ദർശനയുടെ നേതൃത്വത്തിൽ
29ാമത്തെ വർഷവും ഒരു അന്തർദേശീയ പുസ്തകോത്സവം നടക്കും. ഇതിന് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള CMI സഭ അവരുടെ സംഭാവന എക്കാലവും മറ്റൊന്ന് ഒരു പുസ്തകമേള നടത്തുന്നത് കോട്ടയം കേരളത്തിൻ്റെ അക്ഷര നഗരി. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പത്രമാധ്യമങ്ങളും കോട്ടയത്ത് നിന്നാണ്. ഈ അക്ഷര നഗരിയിലാണ് ഈ പുസ്തകമേള നടന്നത്. നീണ്ട 29 വർഷക്കാലം ഈ നഗരത്തിലെ മാത്രമല്ല വായിക്കുന്ന എല്ലാ മലയാളികളുടെയും ഒരു ആവേശമായി ഈ പുസ്തകമേള മാറിയിട്ടുണ്ടെങ്കിൽ വായനയോടുള്ള മലയാളികളുടെ കമ്പം കുറഞ്ഞു എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം ഈ ഇടയ്ക്ക് രചിച്ച പ്രകാശന കർമ്മം നിർവഹിച്ച നവംബറിൽ ഡൽഹിയിൽ പ്രകാശിപ്പിച്ച ഫോർ ദ ഗ്രെയിൻസ് എന്ന പുസ്തകമാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അതുപോലെ തന്നെ നല്ല അധ്യാപകനാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫോർ ദ ഗ്രെയിൻസ് എന്ന പുസ്തകത്തിന്റെ പുനഃപ്രകാശന കർമ്മം ഇപ്പോൾ ഇവിടെ ഡോക്ടർ ശ്രീ തോമസ് സാർ അവരെ കൊണ്ട് നിർവഹിക്കപ്പെടുകയാണ്. കാർഷിക വിപ്ലവം എന്ന നമ്മുടെ നഗരപിതാവ് MBS സന്തോഷ് കുമാർ ഏറ്റെടുത്തിട്ട് വളരെ നഗരപിതാവ് എന്നുള്ള രീതിയിൽ ബഹുമാന്യനായ കേന്ദ്രമന്ത്രി കോട്ടയത്തിന്റെ MP ശ്രീ ജോസ് കെ മാണിക്ക് ആദ്യ പ്രതി കൊടുത്തുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. പ്രൊഫസർ KV തോമസ് അവരുടെ അപ്പൊ അത് എന്റെ കയ്യിൽ ഒന്ന് അമർത്തിയിട്ട് പറഞ്ഞു, വി കോൾ ഹിം ഇൻ ദ സർവീസ് ആസ് സെയിന്റ് ആന്റണി. സൈനിക രംഗത്ത് മേധാവികൾക്കിടയിൽ അവർ ശ്രീ ആന്റണിയെ കുറിച്ച് അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് വളരെ അഭിമാനം തോന്നിയ ഒരു മുഹൂർത്തമാണ്. അതുപോലെയാണ് ശ്രീ ശരത് പവാർ പരസ്യമായി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ തോമസ് മാസ്റ്റർ ഇപ്പോൾ ഭക്ഷ്യ വകുപ്പിൻ്റെയും പൊതുവിതരണ വകുപ്പിൻ്റെയും ഉപഭോക്തൃ വകുപ്പിൻ്റെയും ഒക്കെ ചുമതലയിലാണ്. സ്വതന്ത്ര ചുമതലയിൽ ഭക്ഷ്യവകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തു. ആരായിരുന്നു പണ്ടൊക്കെ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നവർ എന്ന് ആലോചിക്കുമ്പോഴാണ് എത്രയോ വലിയ വിശ്വാസത്തോടെയാണ് തോമസ് മാസ്റ്ററിൽ ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നു. ജഗജ്ജീവൻ റാം ആയിരുന്നു ഇന്ത്യ കണ്ടതിലെ വളരെ പ്രഗത്ഭനായ ഒരു ഭക്ഷ്യമന്ത്രി. റാഫി അഹമ്മദ് കിദ്വായ്, ശ്രീ C. സുബ്രഹ്മണ്യം, ശ്രീ അജിത് പ്രസാദ് ജെയിൻ തുടങ്ങി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മഹാരഥന്മാരായിരുന്ന ആളുകളാണ് ഒരു കാലത്ത് ഈ ഭക്ഷ്യ വകുപ്പിൻ്റെ ചുമതല വഹിച്ചത്. ആ വകുപ്പിൻ്റെ സ്വതന്ത്ര ചുമതലയിലേക്ക് തോമസ് മാസ്റ്ററെ ആക്കിയെന്ന് പറയുമ്പോഴാണ് നമ്മൾ അദ്ദേഹം ഡൽഹിയിലെ
താക്കോൽ സ്ഥാനത്താണ് എന്ന് പറയേണ്ടി വരും. സൗഹൃദങ്ങളിലൊക്കെ അദ്ദേഹം വിശ്വസ്തനാണ്, നല്ല ഭക്തനാണ് അദ്ദേഹം. പിന്നെ ഹൈക്കമാൻഡുമായി രഹസ്യമായും പരസ്യമായും നല്ല ധാരണയിലുമാണ് അദ്ദേഹം എന്നാണ് ഡൽഹിയിലുള്ള ആളുകളൊക്കെ പറയുന്നത്. ഇതെല്ലാം പ്രൊഫസർ തോമസ് മാസ്റ്ററുടെ സാമർഥ്യത്തെയും ഭരണ നൈപുണ്യത്തെയും തെളിയിക്കുന്ന സാക്ഷ്യങ്ങളാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പ്രശംസ പറഞ്ഞാൽ ഷേർലി സ്ത്രീധനത്തുക കൂട്ടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് മുതിരുന്നില്ല എന്നേ ഉള്ളൂ. മുൻ വർഷങ്ങളിലെ വിജയത്തിന് പിന്നിൽ ബഹുമാന്യ ജില്ലാ കളക്ടറുടെ വിലയേറിയ പങ്ക് ഈ അവസരത്തിൽ ഞങ്ങൾ MD സന്തോഷ് കുമാറിന് പ്രതി നൽകിക്കൊണ്ട് ബഹുമാന്യ ജില്ലാ കളക്ടർ ഇപ്പോൾ ഡയറക്ടറുടെ പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. ഈ 29ാമത് കോട്ടയം അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ഭാഗഭാക്കാകുന്നതിൽ കാരണം 19ാം നൂറ്റാണ്ടിൽ ചാവറയച്ചന് തൻ്റെ ദർശനം, വിദ്യാഭ്യാസ ദർശനം, സാമൂഹ്യ ദർശനം, അതുപോലെ കേരള സംസ്ഥാനത്തിന് നാടിന് ഉയർച്ച വരുവാൻ വേണ്ടിയിട്ടുള്ള ബഹുമുഖമായിട്ടുള്ള കർമ്മപരിപാടികൾക്കുള്ള രൂപരേഖകൾ തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ പിന്തുടർച്ച എന്ന രീതിയിൽ കാലത്തിന് അനുയോജ്യമായിട്ട് സമൂഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടി സ്ഥാപിതമായ ദർശന കൾച്ചറൽ സെന്ററിൻ്റെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കോട്ടയം നഗരസഭയുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതുപോലെ മാധ്യമ പ്രവർത്തകരുടെയും സഹകരണത്തോടുകൂടി ഇപ്രകാരമുള്ള ഒരു പുസ്തകമേള അക്ഷരനഗരിയിൽ വർഷങ്ങളും ആയിട്ട് സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിന് വലുതായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. വളരുന്ന തലമുറയ്ക്ക് ഇത് വലിയൊരു പ്രചോദനമാണ്. ചാവാട്ടപ്പെട്ട ചാവറയച്ചന് തൻ്റെ നല്ലയപ്പൻ്റെ ചാവരുകളിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിപ്രകാരമാണ്, പുസ്തകങ്ങൾ ഏറ്റവും നല്ല കൂട്ടുകാരാണ്. ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക്, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്, ഒരു വ്യക്തിയുടെ ദർശനത്തിന്, ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയൊരു കൂട്ടുകാരനാണ് പുസ്തകം. ഇപ്രകാരമുള്ള ഒരു കൂട്ടുകാരനെ സ്നേഹപൂർവം കണ്ടെത്തുവാനും ആ കൂട്ടുകാരനോടുകൂടി ഇന്ന് എനിക്ക് മുമ്പേ പ്രസംഗിച്ച ശ്രീ തോമസ് സാറും അതുപോലെ ജില്ലാ കളക്ടർ വിനിയാനിയും ഒക്കെ പങ്കുവച്ചതുപോലെ പുസ്തകങ്ങളുമായിട്ട് ചങ്ങാത്തം നേടിയെടുത്ത് അതിനെ ആദരവോടുകൂടി വായിച്ച് ഹൃദയസ്ഥമാക്കി അതിൽ നിന്നും പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു തലമുറ, കടന്നുപോയ തലമുറയല്ല, ഭാവി തലമുറയ്ക്ക് ഇതൊരു പ്രതീക്ഷയായിട്ട് അല്ലെങ്കിൽ പ്രചോദനമായിട്ട് ഈ അന്താരാഷ്ട്ര പുസ്തകമേള തീരട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. വളരെയധികം വ്യക്തികളുടെ സംഘാതമായ പ്രവർത്തനത്തിന്റെയും വീക്ഷണത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ ഇത് അരങ്ങേറുന്നത്. ഇതിനായി പ്രവർത്തിച്ച ദർശനയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട പുതുശ്ശേരി അച്ഛനെയും അദ്ദേഹത്തോട് ഒത്തുചേർന്ന് പ്രവർത്തിച്ച എല്ലാ അക്ഷര സ്നേഹികളെയും അതുപോലെ ഇതിന്റെ ഭാരവാഹികളെയും പ്രത്യേകത്തിൽ അഭിനന്ദിക്കുകയും 10 ദിവസത്തെ ഈ പുസ്തകമേള അക്ഷരനഗരിക്ക് മാത്രമല്ല, കോട്ടയം ജില്ലയ്ക്ക് മാത്രമല്ല, കേരള സംസ്ഥാനത്തിന് പൊതുവായിട്ടുള്ള ഒരു ആവേശമായിട്ട് ഈ പുസ്തകമേളയും അതുപോലെ ഇവിടെ നടക്കുന്ന സാംസ്കാരിക മറ്റ് ചർച്ചകളും ഇടവരട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയും വരും കാലങ്ങളിലും ഈ പുസ്തകമേള തുടർന്നു കൊണ്ടുപോകാനുള്ള ചൈതന്യം ഈ പുസ്തകമേളയിലൂടെ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാ ആശംസകളും വിജയങ്ങളും പുസ്തകം. ആദരണീയനായ ഫാദർ ജോസൂട്ടി പടിഞ്ഞാറേക്കര CMI അച്ഛൻ്റെ പ്രൊഫസർ KV തോമസ് അവരെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കേന്ദ്ര മന്ത്രി എന്ന നിലയിൽ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച
അധ്യാപകൻ എന്ന നിലയിൽ തേവര കോളേജിലൂടെ അനേക സഹസ്രം ശിഷ്യ സമ്പത്തിന് മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്തു. ഏറ്റവും ഒടുവിലായി കുമ്പളങ്ങിയുടെ കഥകൾ, അതോടൊപ്പം തന്നെ ഇന്ന് പ്രകാശനം ചെയ്ത നമ്മുടെ കാർഷിക മേഖലയുടെ ഉയർച്ചയ്ക്ക് സഹായകമായ പ്രൗഢ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എന്ന നിലയിലൊക്കെ സമാരാധ്യനായ ഉദ്ഘാടകനെ ഏറ്റവും സമുചിതമായ ഒരു വ്യക്തിത്വമാണ് നമുക്ക് ലഭിച്ചത് എന്ന് നമുക്ക് അഭിമാനിക്കാം. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും തോമസ് മാഷിൻ്റെ ദർശന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും കോട്ടയം പൗരാവലിയുടെയും പേരിൽ ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രി എന്ന് ഏഷ്യാനെറ്റ് ചാനൽ കണ്ടെത്തുകയും അത് ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്ത പ്രഗത്ഭനായ നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നമ്മുടെ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചത്. അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. പ്രൊഫസർ കെ വി തോമസിന്റെ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത് ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗം ഡോക്ടർ സരീഖ് തോമസ് സാറാണ്. തോമസ് സാറിനെ സംബന്ധിച്ച് ദർശനയ്ക്ക് എന്നും ഒരു മുതൽക്കൂട്ട് എന്ന നിലയിൽ അദ്ദേഹം വൈസ് ചാൻസലർ ആയിരുന്ന സന്ദർഭത്തിൽ ഇവിടെ നമ്മുടെ ഈ മേളയുടെ ചെയർമാനായി സേവനമനുഷ്ഠിച്ചിരുന്നു. നമ്മുടെ സാംസ്കാരിക മേഖലയിലും ഏറ്റവും സമ്പന്നതനായ വ്യക്തി എന്ന നിലയിൽ ഡോക്ടർ ശ്രീ തോമസിന് ഈ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും ഇവിടെ വന്നിരിക്കുന്ന സഹൃദയ സദസ്സിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സംഘാടക സമിതിയുടെ ചെയർമാനും മുനിസിപ്പൽ ചെയർമാനുമായ ശ്രീ MP സന്തോഷ് കുമാർ ഇവിടെ സന്നിഹിതനാണ്. ആമുഖ പ്രസംഗം നടത്തിയ അദ്ദേഹത്തിന് ഈ ഇവിടെ കൂടിയിരിക്കുന്ന സഹൃദയ സദസ്സിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ സാന്നിധ്യം കൊണ്ട് ഇവിടെ നമുക്ക് ഈ മേളയെ അനുഗ്രഹിച്ച കോട്ടയത്തിൻ്റെ MP ശ്രീ ജോസ് കെ മാണിക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ആശംസകൾ നേർന്ന അതുപോലെ തന്നെ ഡയറക്ടറിയുടെ പ്രകാശനം നിർവഹിച്ച ജില്ലാ കളക്ടർ ശ്രീമതി മിനി ആന്റണി IAS അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ച ഫാദർ ജോസ് കുട്ടി പടിഞ്ഞാറൻ PDSCMI, ദർശന ഉൾക്കൊള്ളുന്ന സെന്റ് ജോസഫ് പ്രൊവിൻസിൻ്റെ പ്രവിശ്യാളാണ് ഫാദർ ജോസ് കുട്ടി അച്ഛനെ ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ സന്നിഹിതനായ വേദിയിലെ സന്നിഹിതനായ ഡെപ്യൂട്ടി കളക്ടർ ഹിമാൻഷു കുമാർ റായ്, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹൃദയ സുഹൃത്തുക്കൾ, സാഹിത്യ സാംസ്കാരിക നായകർ, മാധ്യമ പ്രതിനിധികൾ, മറ്റ് ഈ മേളയുമായി സഹകരിച്ചുകൊണ്ട് പോരുന്ന എല്ലാ സംഘടന സാംസ്കാരിക നേതാക്കൾ, എല്ലാവർക്കും ദർശനയുടെ പേരിലും അതുപോലെ സംഘാടക സമിതിയുടെ പേരിലും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ദേശീയ ഗാനാലാപനത്തിന് ശേഷം മണ്ഡൂശ്ശേരി യോഗക്ഷേമ സഭയുടെ കലാപരിപാടികൾ ഇവിടെ അരങ്ങേറുന്നതാണ്. അതുകൂടി കണ്ടിട്ട് എല്ലാവരും പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
उत्कलबन्धा विन्ध्यहिमाचल यमुना गङ्गा उच्छल जगति तरङ्गा तव शुभ नामे जाने तव शुभाशिष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे गणपति ആയിരം കൈതോഴുന്നേ നോമൽ ഗണപതിക്കായി ആയിരം കൈതോഴുന്നേ രാഗവും താളവും കണ്ണിനു ജന്മസാബല്യം പൂർണ്ണമായിടുന്ന മാട്ടിൽ കണ്ണിനു ജന്മ സാബല്യം പൂർണ്ണമായിടുന്ന മാട്ടിൽ എണ്ണമില്ലാതുള്ള നല്ല പെൺമണിമാരുടെ മധ്യേ സുന്ദരി മനോഹരി കല്യാണി ബാലികേ വിധുമുഖി മാലതി മുകുളങ്ങളൻപൊടു വിധുമുഖി മാലതി മുകുളങ്ങളൻപൊടു വിരവോടെ വിരിയുന്നു കൊഴിയുന്നു കുസുമങ്ങൾ വിരവോടെ വിരിയുന്നു കൊഴിയുന്നു കുസുമങ്ങൾ കല്യാണി